ക്രിസ്തുവിനെ നിന്ദിച്ചു എന്ന് പറയുന്ന പടം വരച്ചത് ഒരു സൈനുൽ ആബിദ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തുവിനെ നിന്ദിച്ച ഫ്രാൻസിസ് നൊറോണയാണ് കുറച്ചുകൂടെ കംഫർട്ട്. ഒരു പയ്യൻ, അവനൊരു ഹാലൂസിനേഷൻ ഉണ്ടാകുന്ന, അവൻ വരയ്ക്കും, കുഞ്ഞിലേ തൊട്ട് വരയ്ക്കും. ആ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ജീവൻ വെക്കുന്നതായിട്ട് അവൻ കാണുന്നത്. എനിക്ക് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ പോലും അവർക്കത് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ടുള്ള എലമെൻറ്റ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എഴുതിപ്പോകാറുണ്ട്. ഞാൻ അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവല്, തൊട്ടപ്പൻ, കക്കുകളി, പെണ്ണാച്ചി, ഇരുൾരതി തുടങ്ങിയ വളരെ ചുരുങ്ങിയ ഒരു 4-5 കഥകൾ മാത്രമേ തീരദേശത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. കടലിൽ വെച്ച് എഴുതുന്ന ഒരു സാഹിത്യം, അല്ലെങ്കിൽ കടലിനകത്ത്, കടലിൻ്റെ ഇന്നർ സോളിൽ പോയിട്ട് നമ്മൾ പറയുന്ന ഒരു സാഹിത്യമാണ് തീരദേശ സാഹിത്യം എന്നൊരു മുൻവിധി എല്ലാ വായനക്കാരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കടൽ അത്ര പരിചയമില്ലാത്ത ഒരാളാണ്. നമ്മളുടെ സാഹിത്യ സങ്കല്പങ്ങളിലുള്ള നായികയും നായകനും ഒക്കെ പാശ്ചാത്യരാണ്. ഈ എഴുത്തുകാരന് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് പുസ്തകത്തിൻ്റെ കവർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കവറിൻ്റെ പുറത്ത് പോലും എഴുത്തുകാരൻ പഴിയേക്കുകയും അതിൻ്റെ ബാധ്യത ചുമക്കേണ്ടിയും വരുന്ന ഒരു സവിശേഷത. നോവലിനൊക്കെ ഒരു മുൻവിധികളില്ലാത്തൊരു വായന വേണം, ആവശ്യമുണ്ട്. ആ വായനയെ അത് തടസ്സപ്പെടുത്തും. ഒരുപക്ഷെ പ്രസാധകർക്ക് അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കും, പക്ഷേ എഴുത്തുകാരന് പൂർണ്ണമായിട്ട് നഷ്ടമാണ്. യഥാർത്ഥ വായന നടക്കില്ല. നമ്മൾ സംസ്കൃതമാണ്, പുരാണമാണ് ശ്രേഷ്ഠ ഭാഷയെ ശ്രേഷ്ഠം, അതുകൂടെ അതിൻ്റെ കൈവഴിയിൽ കൂടി നമ്മൾ ഇച്ചിരി കഠിനപ്പെട്ടാണെങ്കിൽ സഞ്ചരിച്ച് അതിൻ്റെ അഗാധമായ അറിവുകളും ജ്ഞാനങ്ങളും നേടണമെന്ന് പറയുമ്പോൾ അതൊരു BJP ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു സംഘീവർത്തമാനമായിട്ട് ചിത്രീകരിച്ച് പോകുന്നൊരു കാലഘട്ടം കൂടെ വന്നിരിക്കുന്നു. നമസ്കാരം. മാറുന്ന മലയാള കഥയുടെ ഏറ്റവും ഭാവതീവ്രവും ഭാഷാഭദ്രതയുമുള്ള മുഖമുദ്രങ്ങളിലൊന്നായ ഫ്രാൻസിസ് നൊറോണയാണ് ഈ സെഷനിൽ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച്, ആ എഴുത്ത് സാധ്യമാക്കുന്ന സാംസ്കാരിക ഭൂമികയെക്കുറിച്ച്, എഴുത്തെന്ന ഒരു സർഗവ്യാപാരത്തിലേക്ക് താനെത്തിയതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് ഈ സെഷനിൽ നൊറോണയുമായി സംവദിക്കാം. സ്വാഗതം. താങ്ക് യു. അശരണരുടെ സുവിശേഷം എന്നൊരു നോവൽ, അതിനും മുൻപായി ഏറെ ശ്രദ്ധേയമാവുന്ന നിരവധി ചെറുകഥകൾ. ഈ അടുത്ത കാലത്ത് നമ്മുടെ നോബൽ പ്രൈസ് വിന്നറായ ഗുർണയെ പിന്തുടർന്നാൽ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മറ്റൊരു ദേശത്തേക്ക് പറിച്ചു നടപ്പെട്ടിട്ടും താൻ വന്നു പോകുന്ന ഒരു ദേശത്തിൻ്റെ ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, മുറിവുകളുടെ എല്ലാം മുദ്രകൾ ആ എഴുത്തിൽ ഉണ്ട്. ഒരുപക്ഷെ ജെന്യുവിൻ എന്ന് വിളിക്കാവുന്ന എല്ലാ എഴുത്തുകാരിലും ഈ അടയാളങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏതോ അർത്ഥത്തിൽ ഭാവിയിലെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുമ്പോഴും അതിൻ്റെ വേരുകളെ തങ്ങളുടെ സംസ്കാരത്തിൻ്റെ മുദ്രകളിൽ നിന്ന് കണ്ടെടുക്കുകയോ അതിനെ അടയാളപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലാണ് മിക്കവാറും എഴുത്തുകാരൊക്കെ തങ്ങളെ അടയാളപ്പെടുത്തുന്നത്. നൊറോണയുടെ കഥകളിലൂടെ അല്ലെങ്കിൽ കഥാലോകത്തിലൂടെ നാം സഞ്ചരിച്ചാൽ ഒരുപക്ഷെ മുഖ്യധാര മലയാളം എന്ന് വിളിക്കപ്പെടുന്ന മലയാളം ഒരൊറ്റ മലയാളമല്ല എന്നും അത് അനേകം സംസ്കാരത്തിൻ്റെ അടരുകളാണ് എന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്ന ചില വേരുകൾ, ചില സംസ്കാരത്തിൻ്റെതായ ചില അടിപ്പടവുകൾ ആ കഥകളിൽ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴില്ലേ, രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തുടക്കക്കാരനായ ഒരു എഴുത്തുകാരൻ, ഞാൻ എഴുത്തിലേക്ക് വന്നിട്ട് അധികം കാലമായില്ല, നിയർലി ഒരു 10 years ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാരനായ ഒരു എഴുത്തുകാരനെ, അവനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പം പെട്ടെന്ന് നരേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ ആ വേരിൽ നിന്ന് എഴുതുക എന്നുള്ളതാണ്. കാര്യം ആ ജീവിതവും ആ പരിസരങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഇടവായിരിക്കും. അങ്ങനെയാണ് തീരദേശ പശ്ചാത്തലത്തിലുള്ള കഥകളും ഈ അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവലും വരുന്നത്. അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവല് ഞാൻ എഴുതുമ്പോൾ ആലപ്പുഴയുടെ ഒരു ചരിത്രം പറയണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അത് എഴുതുന്നത്. ആലപ്പുഴയുടെ ചരിത്രം നമ്മൾ പഴയകാല ചരിത്രം നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു ബൗണ്ടറി അല്ലായിരിക്കും പഴയകാല ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പം വൈദേശിക ശക്തികൾ വന്ന ഒരു കാലഘട്ടം മുതലേ ഉള്ള ഒരു ദൈർഘ്യമേറിയ ഒരു കാലം അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവലുണ്ട്.
10 മുതലാണ് ആ നോവൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടം നോക്കുമ്പോൾ ആലപ്പുഴ തീരദേശത്തന്ന് റോഡുകളില്ല, നടപ്പാതകളേ ഉള്ളൂ, ഈ ചൊരിമണലിലൂടെ നടന്നു പോകുന്ന വഴിച്ചാലുകളേ ഉള്ളൂ, പൊഴികൾ, കണ്ടലുകൾ. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇതാണ്, ശരിക്കും ഇപ്പോൾ കാണുന്ന ഒരു ആലപ്പുഴ ആയിരിക്കില്ല അത്. അതിനൊരു കൊടുങ്ങല്ലൂർ മുതൽ ഏകദേശം ഒരു പുറക്കാട് വരെയെങ്കിലും ഉള്ള ഒരു ഭൂമികയും അതുപോലുള്ളൊരു വംശ ചരിത്രവും ഒക്കെ കാണുമായിരിക്കും. ആലപ്പുഴയിൽ ചവളക്കാരെന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം ആലപ്പുഴ മാർക്കറ്റിനോട് ചേർന്നിട്ട് ഒരു കൂട്ടം, നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ നോവലിലെ കഥാപാത്രങ്ങൾ ആയിട്ട് അവർ വരുന്നുണ്ട്. ഈ ചവളം എന്ന് പറയുന്നത് കുന്തോ എന്നാണ് അർത്ഥം, കുന്തോ എന്ന് പറയും. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് സൈന്യത്തിൽ കുന്തക്കാരുണ്ടായിരുന്നു, വളരെ പ്രഗത്ഭരായ കുന്തക്കാരായിരുന്നു. അവർ പിൽക്കാലത്ത് കൺവെർട്ട് ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ വിദേശി മിഷണറിമാരുടെ വരവോടെ കൺവെർട്ട് ചെയ്തിട്ട് അവർ ക്രിസ്ത്യാനികളായി ആയിത്തീർന്നത്. തമിഴരാണ് അവർ, തമിഴ്നാട്ടിൽ നിന്നാണ്, തായ്നാട്ടിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് അവർക്ക് വിശേഷാൽ ഒരു ഭൂമി പതിച്ചു കൊടുക്കുന്നത്, പുറക്കാടിനിപ്പുറം. ആ ഭൂമി നഷ്ടപ്പെട്ടിട്ടാണ് അവർ പിന്നെ ആലപ്പുഴയിലേക്ക് വരുന്നത്. അപ്പോഴും ഈ ചവളക്കാരെന്നുള്ള ഒരു പേര് അവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഈ അശരൻ്റെ സുവിശേഷം എന്ന് പറയുന്ന നോവലിൽ ആ ഭൂമിക, അതിൻ്റെ ചരിത്ര പ്രാധാന്യം, പാർത്തിങ്കൽ പള്ളിയുടെ ചരിത്രം, അതൊക്കെ. പാർത്തിങ്കൽ പള്ളി ആദ്യം ഒരു മഹാദേവൻ്റെ ക്ഷേത്രമായിരുന്നു അത് എന്നൊക്കെയുള്ള കുറേ, അവിടെ ആറാട്ട് നടന്ന സ്ഥലം എന്നുള്ള പേരിലാണ് ആറാട്ടുങ്കൽ ലോപിച്ചാണ് അർത്തിങ്കലായ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട്, നോവൽ പറയാനായിട്ട് ഒരു കേന്ദ്ര കഥാപാത്രത്തെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ പലരും എൻ്റെ മനസ്സിലൂടെ വന്നു. ആലപ്പുഴയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരായ ആൾക്കാരുണ്ട്, സാംസ്കാരിക മേഖലയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ തീരവുമായിട്ട് ഏറ്റവും അഭേദ്യമായിട്ട് വരുന്നത് ആലപ്പുഴയിൽ പ്രധാനപ്പെട്ട രണ്ടെന്ന് പറയുന്നത്, ഒന്ന് കമ്മ്യൂണിസവും ഒന്ന് ക്രിസ്തീയതയാണ്. രണ്ടും അവിടെ പ്രബലപ്പെടുകയും രണ്ടിൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും ദരിദ്രമായ ഒരു ജില്ലയായിട്ട് ആലപ്പുഴ പിൽക്കാലത്ത് മാറുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തുടരുന്നത് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് അവിടെ ഒരു ദരിദ്ര ജനത നിൽക്കുന്നത് അവർക്കൊരു സപ്പോർട്ടീവ് ഫാക്ടർ ആയതുകൊണ്ടാണ്. അതൊരു മറ്റൊരു വിഷയം, രാഷ്ട്രീയമായിട്ട് ചലഞ്ച് ചെയ്യേണ്ട ഒരു വിഷയമൊക്കെയാണ്. എങ്കിൽ പോലും ഈ തീരമായിട്ട് അങ്ങനെ ഞാൻ ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു നായകനെ എടുക്കുമ്പോഴാണ്, ഒരു വൈദികനെയാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രം. മോൺസിഞ്ഞോർ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം ആലപ്പുഴയുടെ ഒരു തീരത്തോട് ചേർന്ന് തന്നെ ഒരു അനാഥാലയം നടത്തിയിരുന്നു. ആ അനാഥാലയത്തിൽ ആലപ്പുഴയുടെ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ അവിടെ വരുന്നു. ആ അനാഥാലയത്തെക്കുറിച്ച് പഠിക്കുന്നു, അനാഥാലയം കടന്നുപോയ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നു. ടി വി തോമസ്, KR ഗൗരിയമ്മ, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആലപ്പുഴയുടെ സാംസ്കാരിക, ചരിത്രപരമായിട്ടുള്ള, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള, ആലപ്പുഴയെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും, കാടും മലയും ഒന്നും ഇല്ലാത്തൊരു ജില്ലയാണ്. ഖനനം അധികം നടന്നിട്ടില്ല. ആലപ്പുഴയുടെ ഒരു പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒരു 14 നൂറ്റാണ്ട് വരെയൊക്കെ ഉള്ളൂ. തീരത്ത് ഏറ്റവും പഴക്കമുള്ള ഒരു കെട്ടിട സമുച്ചയം നോക്കിയാൽ അതിൻ്റെ പഴക്കം നോക്കുവാണെങ്കിലും ഈ ഒരു 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പം അതൊരു കുറുക്കനും കുരങ്ങുകളും ഒക്കെ മേഞ്ഞ് നടന്ന ഒരു ചതുപ്പ് നിലമായിരുന്നു, ഈ നെയ്തൽ തിണയായിരുന്നു. നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, അകനാന്നൂറിലും പുറനാന്നൂറിലും പറയുന്നുണ്ടല്ലോ തിണകളിൽ. അങ്ങനെ ഇതിൻ്റെ ഒരു ഭൗമപരമായിട്ടുള്ള പ്രത്യേകതകൾ, അങ്ങനെ നിരവധി പ്രത്യേകതകളെല്ലാം ഇവിടെ കോർത്തിണക്കിയിട്ട് ഒരു ബൃഹത്തായ ഒരു നോവലാണ് അശരൻ്റെ. അത് അതിൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. അത് DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. അത് പുസ്തകം വന്നതോട് അതിനെക്കുറിച്ചൊക്കെ ചർച്ചകളും കാര്യങ്ങളും. അപ്പോൾ അതിൽ പ്രയോഗിച്ചൊരു ഭാഷയുണ്ട്. അത് കടലോരത്തെ ഒരു ഭാഷയാണ്. നമ്മളിപ്പോൾ ചെമ്മീനിൽ ഒക്കെ വായിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല ഇത്. ഭയങ്കര പ്രയാസമായിരുന്നു അത്, ആ ഭാഷ കൊണ്ടുവരാനായിട്ട്. ഞാനത് തീരത്ത് പുറക്കാട് മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ സംസാരിക്കുന്ന ആ സ്ലാങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ലാങ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പുറക്കാട് കടപ്പുറത്ത് പറയുന്ന സംസാര ഭാഷയായിരിക്കില്ല തുമ്പോളി കടപ്പുറത്ത് പറയുന്നത്. തുമ്പോളി കടപ്പുറത്തിൻ്റെ സംസ്കാരം ആയിരിക്കില്ല ചെത്തി കടപ്പുറത്ത്. വളരെ വൈവിധ്യമാണിത്. അപ്പം ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കടപ്പുറം സ്ലാങ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആരും, ആ സ്ലാങ്ങിനെക്കുറിച്ച് ഈ ചെമ്മീനുണ്ടായ പോലെ ഒരു വിമർശനം എൻ്റെ നോവലിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് തീരപദങ്ങൾ, ഒരു 10-250 തീരപദങ്ങൾ അങ്ങനെ തന്നെ അതിനകത്ത് ഉപയോഗിക്കും. അടിക്കുറിപ്പില്ലാതെയാണ് അതെല്ലാം എഴുതിയിരിക്കുന്നത്. പക്ഷെ ആളുകൾക്കത്
മനസ്സിലാക്കുന്നത് ചിലവർ അതിൻ്റെ പുറകെ പോയി കണ്ടെത്തുന്നുണ്ട്. ഇപ്പം നത്താൾ എന്ന് പറയുന്ന പദം അത് എന്താണ്, നിങ്ങൾക്ക് ക്രിസ്തുമസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചാൽ പോരെ, എന്തിനീ നത്താൾ എന്ന് പറയുന്നത് തൂക്കുന്നു, അതങ്ങനെ ആ നോവൽ തുടങ്ങുന്നത്. അപ്പം അതിനൊക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വേദി കിട്ടുമ്പോഴൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭയങ്കരമായൊരു ആഘോഷം, കേക്ക്, വൈൻ, സാന്താക്ലോസ്, പുൽക്കൂട്, വർണ്ണം ശബളമായ ഒരു വളരെ ഒരു ധനാഢ്യമായ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, തീരഗ്രാമങ്ങളിൽ അവരുടെ ദാരിദ്ര്യത്തിൽ എന്താ പറയുന്നത്, കച്ചി പേപ്പറിൽ നക്ഷത്രം ഇത് ഒട്ടിച്ച് അതിനകത്ത് മണ്ണെണ്ണ വിളക്കും കെട്ടിത്തൂക്കി ആ തീരത്തുനിന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫുഡും ഒക്കെ വെച്ചിട്ട് ഒരു അപ്പോൾ അതിന് നമ്മൾ നത്താൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത് നമുക്ക് ആ ഒരു ദാരിദ്ര്യ ക്രിസ്മസിനെ നമുക്കൊന്ന് സന്നിവേശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലാണ് നമ്മൾ ആ പദമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് അന്യം നിന്ന് പോവുക. എൻ്റെ അമ്മാമ്മയുടെ പല പദങ്ങൾ, ഇപ്പോൾ ഷോഡതി എന്ന് പറയുന്നൊരു വാക്ക്, അത് ലോട്ടറിക്കാണ് നമ്മൾ പറയുന്നത്. ഷോഡതി എന്ന് ഇപ്പോൾ നമുക്ക് കുട്ടികളോട്, പുതിയ ആൾക്കാരോട് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അത്തരം അതിൻ്റെ ഒരു കൗതുകം, ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്, വടകര പ്രദേശങ്ങളിൽ ലോട്ടറിക്ക് ഷോഡതി എന്ന് പറയുന്നുണ്ട്, പ്രായമുള്ള ആളുകൾ ഷോഡതി എന്ന് പറയുന്നുണ്ട്. ഇത് മട്ടാഞ്ചേരി ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം പറയാറില്ല ആരും ഷോഡതി അടിച്ചു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേയധികം പദങ്ങൾ, അന്യം നിന്ന് പോകുന്ന, കാലഹരണപ്പെട്ടു പോകുന്ന കുറേ പദങ്ങൾ നമുക്ക് ഒരു റെക്കോർഡിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റി. ഇപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ അക്ഷരൻ്റെ സുവിശേഷം പഠിക്കുന്നു, അതിൽ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നു, അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്നു. ഒരുപാട് പേര് അതിൽ ഡോക്ടർ. അപ്പം നമുക്കൊരു സന്തോഷം വെച്ചാൽ നമ്മുടെ രചന കൊണ്ടെന്ന് മാത്രമല്ല, കാലത്തെ അതിജീവിച്ച കുറേ പദങ്ങൾ കൂടെ മലയാളത്തിൽ ഒരു ഭാഷക്ക് അത് മുതൽക്കൂട്ടായി തീരുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മലയാളത്തിൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പദങ്ങളെ ഭാഷയിൽ ഉൾച്ചേർക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടി. പക്ഷേ അതൊരു ഈസ്തറ്റിക്കലായ, ഒരു കൾച്ചറലായ ഒരു ഇടപെടൽ കൂടിയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. ആ അർത്ഥത്തിൽ കൂടി അതിൻ്റെ ഭാഷ വളരെ പ്രധാനമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ജീവിതത്തോടുള്ള വളരെ സമീപസ്ഥമായ നിരീക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി അത് അടയാളപ്പെടുത്താനും അതൊരു ബലമുള്ള ഒരു ഭാഷയായി ആ നോവലിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യമായ അനീതികളും അസമത്വങ്ങളും ഒക്കെ ആവാം ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ തീരദേശ മേഖലകൾ മാത്രമല്ല മറ്റെല്ലാ അസ്പൃശ്യത പുലർത്തിയിരുന്ന അവർണ ജനവിഭാഗങ്ങൾക്കിടയിലും സെമറ്റിക് മതങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൻ്റെയൊക്കെ വലിയ സ്വീകാര്യതയ്ക്ക് കാരണമായിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രതീക്ഷകളൊരു വ്യാമോഹമായി തീർന്ന വിധത്തിലാണ് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവ ജനതയും പിന്നീട് കേരളത്തിലൊരു സാമൂഹ്യ ജീവിതം ജീവിക്കേണ്ടി വരുന്നത്. അതിൻ്റെ സൂക്ഷ്മമായ ചില അടയാളങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലായിട്ട് തൻ്റെ കഥകളിലും മറ്റുമൊക്കെ ആയിട്ട് അതിങ്ങനെ ചെതറിക്കിടക്കുന്ന ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ സംബന്ധിച്ച് എന്താണ് പറയാൻ? ഇത് വലിയൊരു നീണ്ടൊരു ചരിത്രം, നമുക്ക് വളരെ ചുരുങ്ങി വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകേണ്ടി വരും, എന്നാലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ വാസ്കോഡ ഗാമ വരുന്ന ഒരു കാപ്പാട് കടപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നതോടുകൂടിയാണ് ആ വൈദേശിക ഇത് വരുന്നതും മിഷണറിമാരുടെ കടന്നു വരവ് ഉണ്ടാകുന്നതും. ഈ മിഷണറിമാരുടെ വരവോടുകൂടി അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ മതപരിവർത്തനം നടത്തുക, ആളുകളെ തങ്ങളുടെ മതത്തിലേക്ക് ആകർഷിക്കുക. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിന്നത് ഭാഷയായിരുന്നു. ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ മലയാളം ഭാഷ പഠിക്കുകയും അവരുടെ ഭാഷയിൽ, ഈ തദ്ദേശീയരുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം മതപരിവർത്തനത്തിന് നല്ലതെന്നുള്ള രീതിയിലാണ് അവർ ഈ മലയാളം പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ പഴയ മലയാള ഭാഷാ ചരിത്രം പോലെ അർണോസ് പാതിരിയെ പോലെ അങ്ങനെ ഒരുപാട് പ്രശസ്തരായ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഒരു കാലഘട്ടത്തിന്. നമുക്കറിയാം എപ്പോഴും വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ഒരു സ്വാതന്ത്ര്യം അവിടെ പ്രഘോഷിക്കപ്പെടുക, അവരുടെ അടിമത്തത്തിന് കുറച്ച് ഒരു മാറുന്നു. ജാതിപരമായിട്ടുള്ള വേർതിരിവുകളിൽ നിന്നും അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനും ഇത് തങ്ങളുടെ അടിമത്തത്തെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഒരു തുറസായ ഒരു പ്ലാറ്റ്ഫോം ഈ മിഷണറിമാരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കേരളത്തിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം അക്കാലം വരെ നിലനിന്നിരുന്ന ഈ നമ്പൂതിരി സമുദായത്തിലും ബ്രാഹ്മണ സമുദായത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ക്ലിഷ്ടമായ ഒരു മലയാള ഭാഷ, സംസ്കൃതം കലർന്ന മലയാള ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരിത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മണിപ്രവാളം പോലുള്ള
പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ലീലാതിലകം പോലുള്ള ചില ഗ്രാമർ പുസ്തകങ്ങളേ ഉള്ളായിരുന്നു. അത് വരേണ്യവരുടെ കൈവശം മാത്രമായിരുന്നു. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് അവർക്ക് പറ്റാതെ വന്നതുകൊണ്ടാണ് അവർ തന്നെ ഭാഷയെ പഠിക്കുകയും സ്വന്തമായ ഡിക്ഷണറികളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നത്. ആദ്യകാലത്ത് 1400 ശേഷം വന്നിട്ടുള്ള ഉദയംപെറൂർ സുനോദോസ് കാനോനകൾ എന്ന് പറയും. ഉദയംപെറൂർ സുനോദോസിൽ വെച്ച് നടന്ന സഭാപരമായ ചടങ്ങുകളുടെ ലിഖിത രൂപമാണത്. അപ്പോൾ ആ കാനോനകൾ എഴുതിയത് ഒരു യാക്കോബ് കത്തനാര, ഈ പള്ളുരുത്തിക്കാരനായ കൊച്ചി തീരദേശവാസിയായ ഒരു കത്തനാരാണ്. അപ്പോൾ അതിനകത്ത് ഈ കൊച്ചിയുടെ സ്ലാങ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ലളിതമായ ഭാഷയെ കൊച്ചു വാക്കുകളിലാണ് എഴുതുന്നത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷ. അവരെഴുതിയ ഭാഷയുടെ വേര് തേടി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിൻ്റെ കൈവഴിയല്ല, തമിഴിൽ നിന്നുള്ള മലയാള കൈവഴിയാണ്. ദ്രാവിഡ തനിമ നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു പാതിരി മലയാളമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാനതിനൊരു പോസിറ്റീവായിട്ട് എപ്പോഴും കാണുമായിരുന്നു. കാര്യം വെച്ചാൽ ഈ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരുപാട് സാധാരണ ജനങ്ങൾക്കുണ്ടായ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ഇവിടുത്തെ ദളിത് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകരുന്ന രീതിയിലുള്ള ഒരു അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടവും ഇത് ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രമല്ല, അവിടെ വേലുക്കുട്ടിയരിയൻ പുറപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് അതിനൊക്കെ ഒരു സപ്പോർട്ടീവ് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലായിട്ട് മിഷണറിമാരാണ് ചെയ്തത്. പക്ഷേ ഞാൻ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതിനകത്തൊരു കുഴപ്പം കൂടെ വന്നിട്ടുണ്ട്. ഈ കുഴപ്പമെന്ന് പറയുന്നതിൽ മലയാളത്തിൻ്റെ നമ്മളെപ്പോഴും പറയും ഒരു ശ്രേഷ്ഠ ഭാഷ, മലയാളത്തിൻ്റെ ഒരു നല്ലൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള പാണ്ഡിത്യം കലർന്ന സംസ്കൃതമാണെങ്കിലും അതിനൊരു ആഠ്യത്വവും അതിനൊരു പ്രാധാന്യമുണ്ടായിരുന്നു. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയാനായിട്ട് കാരണം അത് ഈ നമ്മളുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റ് കൃതികളുമെല്ലാം എഴുതിയിരുന്നത് ഈ സംസ്കൃതത്തിൽ. അപ്പോൾ ഈ സംസ്കൃതത്തിലേക്കുള്ള നമ്മൾക്ക് ആദ്യം വാതിലടച്ച് പിടിച്ചത് അത് കൈകാര്യം ചെയ്ത ആൾക്കാരെ ഇവിടെ ബാക്കിയുള്ള ഒരു പൗരോഹിത്യവർഗം എന്ന് പറയാം. അവർ പൗരോഹിത്യവർഗം എന്ന് പറയുന്നത് അവർ ഇത് അടച്ചു പിടിച്ചു. അവർ സാധാരണ ജനങ്ങളിലേക്ക് എത്താനായിട്ട് അവരെ പുറത്താക്കി, അങ്ങനെ നിർത്തി. ആ ഒരു സ്പേസിലാണ് മിഷണറിമാർ വന്നിട്ട് ലളിതമായ മലയാളം പഠിപ്പിച്ചിട്ട് ലളിതമായ മലയാള ഭാഷയിലേക്ക് നമ്മുടെ പിൽക്കാലത്തുള്ള സാഹിത്യം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്തിന് തകഴി ശിവശങ്കരപ്പിള്ള പോലും മൊപ്പസാങ്ങിനെയൊക്കെയാണ്. ആ ഒരു കൈവഴി വരുന്നത് ചന്ദുമേനോൻ തന്നെ ഈ ഇംഗ്ലീഷ് നോവലുകളുമായിട്ടുള്ള പരിചയമാണ്. അതെ, ഇങ്ങനെയൊരു ഈ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കൈവഴി നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വന്ന് ഭാഷയിലേക്ക് വന്ന് നമ്മുടെ സാഹിത്യത്തിലേക്കും വന്നു. അടഞ്ഞു പോയത് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അമൂല്യമായിട്ടുള്ളതും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ രമണ മഹർഷിയൊക്കെ വായിക്കുമ്പോൾ ഈ വിദേശത്തുള്ള അന്ന് വാഷിങ്ടണിലും ലണ്ടനിലും ഒക്കെയുള്ള വലിയ സ്കോളേഴ്സ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് അദ്ദേഹത്തിനോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പാശ്ചാത്യർക്ക് കണ്ടെത്താൻ പറ്റാത്ത കുറേ ആൻസറുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്ര അഗാധവും അറിവുമൊക്കെ ഉള്ളതാണ്. നമ്മൾ ഈ മനുസ്മൃതി അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ തട്ടി ഇതിനെ പാടെയങ്ങ് നമ്മൾ ഇത് മോശമാണ്, ഇത് സനാതനധർമ്മം മോശമാണെന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ ഒരു ദളിത് വിഭാഗങ്ങളാണെങ്കിലും മറ്റ് വിഭാഗങ്ങളാണെങ്കിലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഈ മിഷണറിമാരുടെ ഈ ലിറ്ററേച്ചർ എന്നല്ല, ആ ഒരു ഭാഷയെ ലഘൂകരിച്ച് പഠിപ്പിച്ചതോടുകൂടി ഭാഷയെ കൂടുതൽ ജ്ഞാനത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പൗരാണിക വഴി എന്നേക്കുമായി തടഞ്ഞുപോയി. ഇന്നത്തെ ഉള്ള തലമുറ ആര് സംസ്കൃതം പഠിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്? നമ്മൾ പണ്ട് റേഡിയോയിലെങ്കിലും അല്ലേ വാർത്താസൂയ എന്നൊക്കെ പക്ഷെ പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംസ്കൃത പഠനത്തിന് മറ്റൊരു പൊളിറ്റിക്കൽ ടൂളായി കാണുകയും അതിന് വലിയ പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. അല്ല, അങ്ങനെ ഇപ്പം അതും വേറൊരു ഇതാണ്. ഇപ്പം നമ്മളിപ്പം അതിനോടുള്ളൊരു താല്പര്യം മൂലം ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ എന്നെ സംഖ്യയാക്കും. അതെ, അങ്ങനെ ഒരു ഇത് കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസ്കൃതമാണ്, പുരാണമാണ് ശ്രേഷ്ഠം, അതുകൂടെ അതിൻ്റെ കൈവഴിയിൽ കൂടി നമ്മൾ ഇച്ചിരി കഠിനപ്പെട്ടാണെങ്കിൽ സഞ്ചരിച്ച് അതിൻ്റെ അഗാധമായ അറിവുകളും ജ്ഞാനങ്ങളും നേടണമെന്ന് പറയുമ്പോൾ അതൊരു BJP ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സംഘീവർത്തമാനമായിട്ട് ചിത്രീകരിച്ച് പോകുന്ന ഒരു കാലഘട്ടം കൂടെ വന്നിരിക്കുന്നു. അപ്പോഴെന്താന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു മഹത്തായ അറിവുകളുടെ പൈതൃകങ്ങളുടെ വാതിലടഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മിഷണറിമാരുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ നമ്മൾ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും മഹത്വത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയണം. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനും
ഒക്കെ ഉള്ളൊരു അല്ല, സാഹചര്യം. തീർച്ചയായിട്ടും അതിനകത്തെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒരുപക്ഷെ പരസ്പരം സംവാദാത്മകമായി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ലോകായത ദർശനം, അതെ, അല്ലെങ്കിൽ ഭൗതികവാദ ദർശനം, തന്നെ സാങ്കേതിക ദർശനം, തത്വമസിന്നൊക്കെയുള്ള മനുഷ്യനെ കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു അതെ അറിവ്, അതെ അതെ ഞാനോ ആത്മാവ്, മോക്ഷം, അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ അത്തരം രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാഹിത്യപരമായ ലാവണ്യം ഒരുപാടുള്ള കൃതികളുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുക്കഴിച്ച് നോക്കാനായിട്ടുള്ള വഴികൾ ഈ മിഷണറിമാർ കൊണ്ടുവന്ന ഒരു സാഹിത്യ വഴിയിൽ പെട്ട് ആ വാതിലുകൾ അടഞ്ഞു പോയി എന്നാണ് ഞാൻ പറയുന്നത്. അതെ 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 അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടിയാണ്. ഇങ്ങനെ ഒരുപക്ഷെ ഒരു യൂറോസെൻട്രിക് എന്ന് പറയാവുന്ന ഒരു വിജ്ഞാനത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ വഴി മാത്രമല്ല, തദ്ദേശീയമായ, അതൊരു പക്ഷേ സംസ്കൃതത്തിൽ മാത്രമല്ല, തമിഴ് പോലെയുള്ള വളരെ ക്ലാസിക്കലായ ഒരു ലാംഗ്വേജ്, ഒരു ദ്രവീഡിയൻ പാരമ്പര്യം, അത് ഉൾപ്പെടെയുള്ള തദ്ദേശീയമായ ഇൻഡിജീനിയസായ വിജ്ഞാന മേഖലകൾക്ക് ഒരു വലിയ ബ്രേക്ക് ഉണ്ടായി, അല്ലെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടായി എന്നുള്ള ഒരു പോയിന്റിലാണ് അത് ഇപ്പോൾ നമ്മൾ. ഞാൻ കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ OV വിജയനാണ് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരിക്കലും നമ്മളുടെ സാഹിത്യ സങ്കല്പങ്ങളിലുള്ള നായികയും നായകനും ഒക്കെ പാശ്ചാത്യരാണ്. നമ്മൾ ഇന്നോളം എഴുതിയിട്ടുള്ള എല്ലാ കൃതികളും നമ്മൾ ഈ നമ്മുടെ ഭാരതീയ പാരമ്പര്യമുള്ള ഒരു നായിക സങ്കല്പത്തിലുള്ള ഒരു നോവല് അല്ലെങ്കിൽ ഒരു പാത്രസൃഷ്ടി ഉണ്ടായിട്ടില്ലെന്നാണ് OV പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനോടായിട്ടുള്ള തേടലായിട്ടാണ് അദ്ദേഹം ഗുരുസാഗരം പോലുള്ള കൃതികൾ, മധുരം കായതി പോലുള്ള കൃതികൾ ആയിട്ട് അദ്ദേഹം അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. പിൽക്കാലത്ത് ആ ഒരു കൃതികളെയൊക്കെ പഠിച്ചിട്ടാണോ എങ്കിൽ പോലും അദ്ദേഹവും ഒരു ഹൈന്ദവ അല്ലെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അദ്ദേഹത്തിൽ ഒരു വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. OV ദുർബലനായി പോയി എന്നുള്ള രീതിയിലുള്ള, പക്ഷെ OV എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന ഇതാണ്, ഈ ഒരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ വഴിയിലൂടെ പോകുമ്പോഴും ഇപ്പുറത്ത് അടഞ്ഞു കിടന്ന, അതായത് ഒരു കൂട്ടം പൗരോഹിത്യ ബ്രാഹ്മണിക്കൽ വിഭാഗം പരിപൂർണമായി അടച്ചു വെച്ച് അവരുടെ സ്വകാര്യ സ്വത്തായിരുന്ന ഒരു സാധനം പിൽക്കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും ഒരു തുല്യതയിൽ വരുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാമായിരുന്നു. ആ വാതിലിനെ പരിപൂർണമായി അടച്ചു കളയത്തക്ക രീതിയിൽ ഇവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു നരേഷൻ വന്നു പോയി എന്നാണ് എൻ്റെ ഒരു വളരെ വ്യത്യസ്തമായൊരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു പശ്ചാത്തലം ഒക്കെ ഉള്ള ഒരാൾ കൂടി അത്തരത്തിലൊരു വിമർശനം, അതൊരു ആത്മവിമർശനത്തിൻ്റെ കൂടി ഒരു ഭാഷയിലാണ് എന്ന് വേണമെങ്കിൽ. തൻ്റേതായ ഒരു അന്വേഷണത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒക്കെ ഒരു വഴിയിൽ ശേഷം മാത്രം പിറവി കൊള്ളുന്ന കഥകളാണവ മിക്കവാറും. സത്യത്തിൽ ഈ ഒരു ഐക്കൺ അതൊരു ബാധ്യത കൂടിയല്ലേ? അതിനപ്പുറത്തുള്ള നേരത്തെ പറഞ്ഞ കഥ പോലെയുള്ള കഥകളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, സന്തോഷം. നല്ല ഒരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനും ഒരു കീ ആയിട്ടത് നമുക്ക് തുറന്ന് എന്താണെന്ന് പറയാനും പറ്റുമല്ലോ. ഞാൻ അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവല്, തൊട്ടപ്പൻ, കക്കുകളി, പെണ്ണാച്ചി, ഇരുൾരതി തുടങ്ങിയ വളരെ ചുരുങ്ങിയ ഒരു 4-5 കഥകൾ മാത്രമേ തീരദേശത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള എൻ്റെ കഥകളിലൊന്നും തീരം ഇല്ല. എന്നാൽ ഈ അശരണ സുവിശേഷത്തിലും ഈ പറഞ്ഞ കക്കുകളി, പെണ്ണാച്ചി, തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥകളിലും കടലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു തീരദേശ സാഹിത്യത്തെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് വെച്ചേ നമുക്കതിനൊരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലിങ്ങനെ ആ ഹെമിംഗ്വേയുടെ കിഴവനും ഓൾഡ് മാൻ ആൻഡ് സീ കിടക്കുന്നത് കൊണ്ട് തീരദേശ സാഹിത്യം എന്ന് പറയുന്നത് കടലിൽ വെച്ച് എഴുതുന്ന ഒരു സാഹിത്യം, അല്ലെങ്കിൽ കടലിനകത്ത് കടലിൻ്റെ ഇന്നർ സോളിൽ പോയിട്ട് നമ്മൾ പറയുന്ന ഒരു സാഹിത്യമാണ് തീരദേശ സാഹിത്യം എന്നൊരു മുൻവിധി എല്ലാ വായനക്കാരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കടൽ അത്ര പരിചയമില്ലാത്ത ഒരാളാണ്. എനിക്ക് കടലിനിപ്പുറത്ത് തീരവും കണ്ടലും കായലും പൊഴിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭൂമികയാണ് എനിക്ക് ഏറ്റവും സുപരിചിതം.
അപ്പോൾ ഞാൻ തീരദേശത്തെ സാഹിത്യത്തെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്, ഈ തീരദേശ സാഹിത്യം എന്ന് പറയുന്നത് കടലിനോട് ചേർന്നിട്ടുള്ള മൺതിട്ട, അതിനിപ്പുറമുള്ള അതിനെയും തൊട്ടടുത്തുള്ള കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊഴികൾ എന്ന് പറയുന്ന ചെറിയ തോടുകൾ. പൊഴി എന്ന് പറയുന്ന വാക്കെന്ന് തന്നെ പറയുന്നത് കടലിലേക്ക് ചേരുന്ന ഒരു മൗത്ത് ഉണ്ടാവും അതിന്. അത് വേനൽക്കാലത്ത് ആ മൗത്ത് മൂടിക്കിടക്കും, അതിൻ്റെ വായ്ഭാഗം. മഴക്കാലമാകുമ്പോൾ പൊഴി മുറിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ്, ഒരു ആഘോഷപൂർവ്വമായൊരു ചടങ്ങ്. അത് മുറിച്ചിട്ടാണ് ഈ പൊഴിയിലൂടെയാണ് കടലിലേക്ക് വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ തോടെന്ന് വിളിക്കാതെ പൊഴി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവിടുത്തെ നെയ്തലാമ്പൽ, ഒരു തീരത്തിൻ്റെ ഒരു ദേശീയ പുഷ്പം പോലുള്ള ഒരു പുഷ്പമാണ് നെയ്തലാമ്പൽ എന്ന് പറയുന്നത്. ഒറ്റപ്പുന്ന മരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജൈവ സസ്യ അങ്ങനെ അതിനെല്ലാത്തിനും ഒരേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എൻ്റെ ഒരു ഭൂമിക ചേർന്നിട്ടുള്ളതാണ് ഈ തീരദേശം എന്ന് ഞാൻ തന്നെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരികയാണ്. എങ്കിലേ മാത്രമേ എനിക്ക് തന്നെ ഒരു തീരദേശ സാഹിത്യകാരൻ തന്നെ വിളിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു 25ഓളം കഥകളെ ഈ 10 വർഷത്തിനുള്ളിൽ എഴുതിയിട്ടുള്ളത്. ഒരു ആവറേജ് ഒരു 2.5 ആണ്. ഒരു 2.5 കഥകളാണ് ഒരു വർഷം എന്നിൽ നിന്നുണ്ടാകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 നോവലുകളിൽ തന്നെ ഒരു 3-4 നോവലിൽ ലഘു നോവൽ ചെറുതാണ്. മുടിയറകളാണ് ഏറ്റവും ഒരുപാട് വലിയ ക്യാൻവാസിൽ ഒത്തിരി കഥാപാത്രങ്ങളുമായിട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ 20 കഥകളെ മാറ്റിവെച്ചുകൊണ്ട് ഈ 5 തീരദേശ കഥകൾ എടുത്തിട്ട് എന്നെ ഒരു തീരദേശ സാഹിത്യകാരൻ എന്ന് ഞാൻ മുദ്രകുത്തി പോകുന്നത്? അതെനിക്ക് ബാധ്യതയാണോ? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു ബാധ്യത അല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ചിട്ട് കുറേ കാലം, എൻ്റെ ആദ്യകാല കഥകളിലെ തീരദേശമുള്ളൂ. പിന്നീട് ഞാൻ വിചാരിക്കുന്നതാണ്, തൊട്ടപ്പനും കക്കുകളിക്കും അപ്പുറം എനിക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ സ്പേസിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെക്ക് അപ്പുറത്തേക്ക് പോയി ഒരു തീരത്തിൻ്റെ കാര്യം പറയാനുള്ളപ്പോൾ ആ തീരദേശ ഭാഷ എടുക്കുക എന്നുള്ളതും ആ ഒരു ഭൂമിക എടുക്കുക എന്നുള്ളതും. നമുക്കല്ലാതെ ഒരുപാട് പുതിയ മേച്ചിൽപ്പുറങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം എഴുതിയ അയ്യോ എൻ്റെ കാളി എന്ന് പറയുന്നത് ഹൈ റേഞ്ച് നടക്കുന്ന ഒരു കഥയാണ്. നിറം പിടിപ്പിച്ച കഥയാണെങ്കിലും ഹൈ റേഞ്ചാണ് അതിനകത്തുള്ളത്. നമ്മൾ പർട്ടിക്കുലറായിട്ട് ആ സ്ഥലത്ത് പോകുന്നതല്ല, നമ്മളുടെ കഥാപാത്രങ്ങളെയും നമ്മൾ അതിലെ മാനുഷിക വ്യാപാരങ്ങളെയും ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഭൂമിക ഏതാണെന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോം കണ്ടെത്തുകയാണ് അത് ചെയ്യുന്നത്. അത് നമ്മളെ ആദ്യകാലം ഞാൻ പറഞ്ഞ പോലെ എഴുതാൻ എളുപ്പം നമ്മുടെ മണ്ണിൽ നിന്നും വേരിൽ നിന്നും കൊണ്ടായതുകൊണ്ടാണ് ആദ്യകാലത്ത് അത്തരം രചനകൾ എഴുതിയത്. പിന്നീടാണ് ആ രചനകളുടെ അനുഭവ സമ്പത്തിലാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറുകയാണ്. ഇവിടെ തീരം, ഇടനാട്, മലനാട്. അത് ഞാൻ മുടിയറകൾ ആ നോവൽ അങ്ങനെ ആദ്യത്തെ ചാപ്റ്ററെല്ലാം തീരമാണ്. തീരത്തുനിന്ന് അതിൻ്റെ മധ്യഭാഗം വരുമ്പോൾ ഇടനാട്ടിലേക്ക്, പിന്നെ മലനാട്ടിലേക്ക് പോകുന്നു എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് എഴുത്തുകാർ, കുടിയേറ്റ എഴുത്തുകാരൊക്കെ പറയും ഞങ്ങൾ ഇത് എഴുതി 1-2 കഥകളെ എഴുതിയിട്ടുള്ളൂ, പിൽക്കാലം ഞങ്ങളത് ഉപേക്ഷിച്ചെങ്കിൽ ഇതൊരു ബാധ്യതയായിട്ട് തലവേദനയായിട്ട് എന്നെ കുടിയേറ്റ എഴുത്തുകാരെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ദളിത് എഴുത്തുകാരെന്ന് പറയുന്നു. പക്ഷേ എനിക്കങ്ങനെയുള്ള പരിഭവവും പരാതിയൊന്നുമില്ല. കാരണം എന്ന് പറയുന്നത്, ഞാനതിൽ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്നേലും കൂടുതൽ തീരദേശ സാഹിത്യം എഴുതിയ എഴുത്തുകാർ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഈ മണ്ണിലുണ്ട്. എന്നിട്ടും ഒരു തീരദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെയൊക്കെ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ വർക്കിന് അത്രയ്ക്ക് പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അഹങ്കാരമില്ല, ഞാൻ ഫൈൻഡിങ്സ് കണ്ടെത്തും. ഞാനത് ഹോർത്തൂസിലും DC ബുക്സിന്റെ ഇതുപോലെ തീരദേശ സാഹിത്യത്തിൽ ഞാൻ പറയും, ഞാൻ അഭിമാനത്തോട് പറയും. എനിക്കത് എൻ്റെ ഒരു ആഹ്ലാദമാണ്. എനിക്ക് ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അത് മാറ്റി വെച്ചിട്ട് എൻ്റെ വഴികളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതുകൊണ്ട് അത്തരം എഴുത്തുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എഴുത്തിന് പുതിയ കഥകൾക്ക് വേണ്ടി വായനക്കാർ കാത്തിരിക്കുന്നതുമുണ്ട്. അത് നമുക്കൊരു സന്തോഷം. ഞാൻ എപ്പോഴും ലാസ്റ്റ് മുണ്ടമ്പറിയിലും ഞാനതേ പറഞ്ഞു, എത്ര കാലം എനിക്കിത് തുടരാൻ പറ്റുമെന്നറിയില്ല. വായനക്കാർക്ക് മടുക്കുമ്പോൾ നമ്മളിത് നിർത്തി നമ്മളുടെ ഒരു വായനാലോകമുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകും. തീർച്ചയായിട്ടും ദീർഘകാലം അത് തുടരാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തുടരാൻ സാധിക്കട്ടെ, കാരണം മലയാളത്തിന് അത് ആവശ്യമാണ്. നമുക്കടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. തൊട്ടപ്പൻ സിനിമയായി. പുതിയ കാലത്ത് എല്ലാ സർഗാത്മക വ്യാപാരങ്ങളും സിനിമ എന്നൊരു മഹാസമുദ്രത്തിലേക്കുള്ള പ്രവാഹമായി തീരുന്നു. മിക്കവാറും മലയാളത്തിലെ എല്ലാ പ്രത്യേകിച്ച് നൊറോണയുടെ ഒരു തലമുറ കഥാകൃത്തുക്കളെന്ന് പറയാവുന്ന കഥാകൃത്തുക്കളുടെ കഥകളേറെയും
ചലച്ചിത്രങ്ങൾ കൂടി ആവുന്നുണ്ട്. തൊട്ടപ്പൻ സിനിമയായി, അത് മലയാളിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരു സിനിമാറ്റിക്കായ ഒരു ലാംഗ്വേജ് അറിഞ്ഞോ അറിയാതെയോ പുതിയ കഥകളിൽ വരുന്നുണ്ട്. ഒരു ദൃശ്യഭാഷയുടെ ദൃശ്യപരമായ ഒരു സന്ദർഭത്തിൻ്റെ ഡീറ്റെയിലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം കക്കുകളി, തൊട്ടപ്പൻ എന്ന് പറയുന്ന ആദ്യകാല കഥകൾ നമ്മൾ എഴുതുമ്പോൾ നരേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് അതിനൊരു ബ്യൂട്ടിഫുള്ളായ ലാംഗ്വേജിൽ, നല്ല ഭാഷയിൽ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു നർത്തകിയെ അണിയിച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഭാഷയ്ക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ആഭരണങ്ങളും തൊങ്ങലുകളും ഒക്കെ അണിയിച്ചിട്ട് വെറുതെ തരുന്ന അന്നത്തിലെല്ലാം ഒളിപ്പിച്ച് വെച്ചൊരു കൊളുത്ത് കാണുമെന്നൊക്കെയുള്ള ആ ഒരു ലാംഗ്വേജൊക്കെ അങ്ങനെയാണ് വരുന്നത്. നമ്മളിത് എത്ര തീവ്രമായിട്ട്, എത്ര ഇതായിട്ട് ഉപമ എന്ന് വെച്ചാൽ അതിനൊക്കെ എനിക്ക് തോന്നുന്നത് അത്തരം രീതിയിലുള്ള ഈ ബൈബിളിലൊക്കെ അങ്ങനെയാണ്, എല്ലാ ഉപമകളിലൂടെ നമ്മൾ ആദ്യമൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകമൊക്കെ അതൊക്കെ തന്നെ. അപ്പോൾ ഒരുപാട് പഴയകാല പുരാണങ്ങളും ഒക്കെ വയ്ക്കുന്ന ഈ ഒരു അലങ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ കഥകൾ നമ്മൾ മേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത് ആ കാലത്തിൽ സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഒരു തുടർച്ച പോലെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ ചിലപ്പം മടുത്തു പോയത്. അപ്പം നമ്മളെപ്പോഴും ഭാഷയെ നവീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ സക്കറിയ. അദ്ദേഹമാണ് ഒരിക്കലും ഒരു കഥ എഴുതിയ പോലെ മറ്റൊരു കഥ അദ്ദേഹം എഴുതാറില്ല. ഒരു കഥയുടെ ഭാഷ അത് മറ്റൊരു കഥയ്ക്ക് അദ്ദേഹം ഉപയോഗിക്കാറില്ല. മലയാളത്തിലെ ഒരു ജീനിയസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ആരാധ്യ പുരുഷനാണ്. എനിക്കൊന്നും സക്രിയയെ പോലെ ഒരു മികച്ച കഥാകൃത്ത് മലയാളത്തിന് ഉണ്ടായിട്ടില്ല. നമ്മൾ ദ്രോണരെ പോലെയൊക്കെ കാണേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തുടർച്ച പോലെ ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവനവൻ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഒരു ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വരുന്നത്. എങ്കിൽ പോലും ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ ഒരു ദൃശ്യം, എൻ്റെ ഒരു സിനിമാറ്റിക് അതിനകത്തുണ്ട്. എനിക്ക് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ പോലും അവർക്കത് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ടുള്ള എലമെൻറ്റ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എഴുതിപ്പോകാറുണ്ട്. ഏറ്റവും അവസാനത്തെ എഴുതിയ ദേശാഭിമാനിയിൽ വന്ന അയ്യോ എൻ്റെ കാളിയേൽ ഒരു പയ്യൻ, എനിക്കത് മുഴുവൻ പറയാൻ നേരമില്ല, ഒരു പയ്യൻ, അവനൊരു ഹാലൂസിനേഷൻ ഉണ്ടാകുന്ന, അവൻ വരയ്ക്കും, കുഞ്ഞിലേ തൊട്ട് വരയ്ക്കും. ആ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ ജീവൻ വെക്കുന്നതായിട്ട് അവൻ കാണുന്നത്. അപ്പം അവൻ ആദ്യം ഒരു ഈ വള്ളിയിൽ നിന്നും പോകുന്ന ഇതാ ചെമ്മേ പൂക്കൾ പറന്നമ്മ എന്നുള്ള ആ വരി വെച്ചിട്ട് അവന് വിഷ്വൽ വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് പൂമ്പാറ്റകൾ പറയും. പിന്നെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ മതിലിൽ ഒരു കാളവണ്ടിയും തലപ്പാവ് ധരിച്ച ഒരാളും നിൽക്കുന്ന ഒരു പിക്ചർ ആരോ പോലീസ് സ്റ്റേഷൻ്റെ, അത് ഞാൻ കൃത്യമായിട്ട് അത് ആരാന്ന് പറയുന്നില്ല. ആ പോലീസ് സ്റ്റേഷനിൽ വരയ്ക്കണമെങ്കിൽ അത് ആരായിരിക്കണമെന്ന് അറിയാമല്ലോ. അതിൻ്റെ കഥയുടെ പശ്ചാത്തലം കൂടെ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവൻ കാണുന്നുണ്ട് ആ കാളകൾ ഇറങ്ങി പുല്ല് മേയുന്നുണ്ട്, കാളവണ്ടിക്കാരൻ എങ്ങോ പോകുന്നു, പിന്നെ മഴ പെയ്യുന്നൊക്കെ ഈ കാളവണ്ടി വീണ്ടും വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ വിഷ്വൽസ് ആണ്. പിന്നെ അവൻ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ ഒരു തമ്പുരാൻ പണിയിച്ചൊരു കൊട്ടാരം സ്കൂളാണ്. കൊട്ടാരം സ്കൂളിൻ്റെ ഉള്ളിൽ തമ്പുരാക്കന്മാരുടെ ചിത്രമുണ്ട്. അതിലൊരു തമ്പുരാട്ടിയുടെ മിഴിയാണ് കണ്ണുകൾ അനങ്ങുന്നത് കാണാം. അവർ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം നിറം മങ്ങിയ ആ കാലഘട്ടത്തിൽ വരച്ച്. അപ്പോൾ ഇവൻ തമ്പുരാട്ടിയോട് ചോദിക്കും, ഞാനതൊന്നും തമ്പുരാട്ടിയായിട്ട് കോൺവെർസേഷന് തനിച്ച് തമ്പുരാട്ടിയോട് ചോദിക്കും, ഞാൻ ആ ചിത്രം ഒന്ന് പുതുക്കി വരച്ചോട്ടെ എന്ന് ചോദിക്കും, പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ തമ്പുരാട്ടി പറയും, നിനക്ക് എന്നെ മാത്രമായിട്ട്, എൻ്റെ ഈ കോസ്റ്റ്യൂം മാത്രമായിട്ട് നിനക്ക് പുതുക്കാൻ പറ്റരുത്, നീ പുതുക്കണമെങ്കിൽ ഒരു കാലത്തെ പുതുക്കണമെന്ന് പറയും. അങ്ങനെ ആ കഥയുടെ നരേഷൻ അങ്ങ് മാറും. അപ്പോൾ നമ്മൾ ഈ നരേഷൻ എഴുതുമ്പോഴൊക്കെ ആളുകൾക്ക് ഈ തമ്പുരാട്ടിയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സുധീഷ് കോട്ടയംബ്രോ എന്ന് പറയുന്ന ചിത്രകാരനാണ് അതിൽ വരച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. അത് വരയൊക്കെ ഗംഭീരമാണ്. അപ്പം ഞാൻ വിചാരിക്കരുത്, എനിക്കെപ്പോഴും ഇങ്ങനെ വായനക്കാരുടെ ഇമാജിനേഷനിൽ അവർ വരകൾ അങ്ങനെ നമ്മൾ അത്രയും നമ്മൾ കഥാപാത്രത്തെ വരയ്ക്കരുത് എന്നുള്ളതാണ്. കെ ഷരീഫ് വരയ്ക്കില്ല, അങ്ങനെ കഥാപാത്രത്തെ വരയ്ക്കില്ല. കഥാപാത്രത്തിലേക്ക് പോകാനായിട്ട് വായനക്കാരനെ സഹായിക്കുന്ന ഒരു ബാലൻസിങ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് കെ ഷരീഫ് കുറച്ചുകൂടെ പ്രിയപ്പെട്ട റൈറ്റർ. അദ്ദേഹം പിന്നെ ഇതേ അങ്ങനെ ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ട് അത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ കോട്ടയംപുരത്തെ ഇതിങ്ങനെ കോട്ടയംപുരം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരച്ചത്. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാൻ വായനക്കാരനെ പറ്റില്ല. കോട്ടയംപുരത്തിൻ്റെ തമ്പുരാട്ടി ആയിരിക്കും വായനക്കാരൻ വായിച്ചെടുക്കുന്നത് തമ്പുരാട്ടി. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കോട്ടയംപുരം വരച്ചിരിക്കുന്നത് തമ്പുരാട്ടിയൊക്കെ. ആ തമ്പുരാട്ടിയെ തന്നെയാണ് ദേശാഭിമാനി കവറുമായിട്ട്
കവർ സ്റ്റോറി ആയിട്ടാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ഒരു വിഷ്വൽ ഒരു ഭ്രാന്ത് തലയിലുണ്ട്. അത് അപ്പം ചിലർ എന്നോട് പറയും നീ തിരക്കഥ എഴുതണം എന്ന്. എനിക്ക് പക്ഷേ ഞാനൊരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ആ കഥ എഴുതുന്നതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. വളരെ സൂക്ഷ്മമായി ഒരു കഥയുടെ ഭാഷയുടെ ദൃശ്യതലങ്ങൾ, അതിനകത്തേക്ക് വരുന്ന പുതിയതെന്നല്ല ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ഭാരമുള്ള പദങ്ങളുടെ ഒരു ശേഖരം, കണ്ടെത്താത്ത ജീവിത സന്ദർഭങ്ങൾ തുടങ്ങിയവയൊക്കെ കഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മലയാളത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു കഥയെ ഇങ്ങനെ വിവിധ ഡയമെൻഷനുകളിൽ പരിഗണിക്കുന്നതിന് പകരം അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സ്യലായ ഒരു രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തി ആ കഥകൾക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുക, അത് വലിയ അളവിൽ എഴുത്തുകാർ തന്നെ വിചാരണ നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക തുടങ്ങിയ ഒരു പ്രതിസന്ധി ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഏറ്റവും പുതിയ ആശയങ്ങൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും കേരളത്തിൽ അങ്ങനെ ഒരു പൊതുമണ്ഡലം ഉണ്ടായിത്തീരുന്നുണ്ട്. പലപ്പോഴും അത് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് എന്നോറോണ. കക്കുകളിയുടെ ഒരു സന്ദർഭമായാലും അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജോലി പോലും ഉപേക്ഷിക്കേണ്ടുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അത് താങ്കളെ കൊണ്ടു ചെല്ലുന്നു. അതുകൂടി പറയാതെ നമുക്കിന്ന് ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും. ഈ കഥകളിലും നോവലിലുള്ള വാചകങ്ങൾ മാത്രമല്ല കോൺട്രവേഴ്സറി ആകുന്നത്, ഈ എഴുത്തുകാരന് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് പുസ്തകത്തിൻ്റെ കവർ എന്ന് പറയുന്നത്. അതെ, അത് വേറൊരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നത്, അത് പബ്ലിഷർ ആവശ്യപ്പെട്ടിട്ട് വരയ്ക്കുന്നത്. പക്ഷേ ആ ഒരു കവറിൻ്റെ പുറത്ത് പോലും എഴുത്തുകാരൻ പഴിയേക്കുകയും അതിൻ്റെ ബാധ്യത ചുമക്കേണ്ടിയും വരുന്ന ഒരു സവിശേഷത എൻ്റെ മുടിയറകൾ എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടായിട്ടുണ്ട്. ആ മുടിയറകളുടെ നോവല് എൻ്റെ കവർ ചെയ്തത് സൈനുൽ ആബിദാണ്. പക്ഷെ കവറിൻ്റെ കോൺട്രവേഴ്സറി വന്നപ്പോൾ ഒരു കുറച്ച് കറൻസിയും പിടിച്ച് നിൽക്കുന്ന ഒരു ചുമന്ന പൗരോഹിത്യ അങ്കിയിട്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ നോട്ടും പിടിച്ച് നിൽക്കുന്നത്. അതാണ് കോൺട്രവേഴ്സറി ആയത്. അപ്പോൾ അത് ക്രിസ്തുവിനെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു വൈദികൻ, അത് ആലപ്പുഴയിൽ നിന്നുള്ളൊരു വൈദികൻ ആ കവറിനെതിരെ രംഗത്ത് വരികയും അത് അങ്ങനെ ഒരു വിവാദം കൂടെ നമ്മൾ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്, ഇത് ഞാൻ വരച്ച എനിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ല, അത് പബ്ലിഷറാണ് ചെയ്യുന്നത്, അത് ആർട്ടിസ്റ്റാണ് വരച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളതും മതപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഞാനിങ്ങനെ മനസ്സിൽ കണ്ടപ്പോൾ ആ കോൺട്രവേഴ്സറി വരുമ്പോൾ സൈനുൽ ആബിദ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തരുത്. ആ ഒരു കവറിൻ്റെ വരച്ച ആള് സൈനുൽ ആബിദ് എന്ന് പറയുന്ന പേര് കൂടെ വരുമ്പോൾ, ഒരു ക്രിസ്തുവിനെ നിന്ദിച്ചു എന്ന് പറയുന്ന പടം വരച്ചത് ഒരു സൈനുൽ ആബിദ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തുവിനെ നിന്ദിച്ച ഫ്രാൻസിസ് നൊറോണയാണ് കുറച്ചുകൂടെ കംഫർട്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റിട്ട് ഈ പേര് ഞാൻ ഹൈഡ് ചെയ്തു. അതൊരു കലാകാരനെ ഞാൻ മാറ്റി നിർത്തിയാണെന്നറിയില്ല. ഞാൻ ഒരിക്കലും ഒരു പിന്നെ ഇതിലും ഞാൻ ആ പേര് പരാമർശിച്ചിട്ടില്ല. അത് ഞാൻ സ്വയമേ ഞാനതങ്ങ് ഏറ്റെടുത്തു. അത് പിന്നെ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു നോവലിൽ ഒരു വാചകം കോൺട്രവേഴ്സറി ആവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവർ വിവാദമാവുകയാണ് ചെയ്യുക, അങ്ങനെ സംഭവിച്ചു പോയാൽ ആ നോവലിൻ്റെ ഒരു സാധാരണമായ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു നോവലിനൊക്കെ ഒരു മുൻവിധികളില്ലാത്തൊരു വായന ആവശ്യമുണ്ട്. ആ വായനയെ അത് തടസ്സപ്പെടുത്തും. ഒരു പക്ഷേ ആ പുസ്തകം കുറേയധികം പതിപ്പുകൾ വിറ്റുപോയ ആ പതിപ്പുകളൊന്നും വായിക്കണമെന്നില്ല. അത് ഏതൊക്കെയോ രീതിയിൽ എന്തൊക്കെയോ മറ്റ് താല്പര്യങ്ങൾ കൊണ്ട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം രീതിയിൽ പുസ്തകം ഒരുപക്ഷെ പ്രസാധകർക്ക് അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കും, പക്ഷേ എഴുത്തുകാരന് പൂർണ്ണമായിട്ട് നഷ്ടമാണ്. അവൻ്റെ ഒരു 50 പതിപ്പ് വിറ്റെങ്കിൽ പോലും യഥാർത്ഥ വായന നടക്കില്ല. അവിടെ വരുമ്പോൾ ആ കോൺട്രവേഴ്സറിയിലായിരിക്കും, അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ നിന്നുള്ളൊരു വായനയായിരിക്കും വരുന്നത്. അതൊരിക്കലും അവന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതല്ല, അത് ആ കൃതിക്ക് ഒരിക്കലും നല്ലതുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ റീതിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 പതിപ്പായി മുടിയറകൾ. അപ്പോൾ മുടിയറകൾ ഒരു 3-ാം പതിപ്പിൽ വരുമ്പോൾ ആ കവറൊന്നും മാറിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹവും മനസ്സിലുണ്ട്. അത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ കോൺട്രവേഴ്സറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. കോൺട്രവേഴ്സറി വരുന്നത് നല്ലതല്ല എന്നാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒരു കോൺട്രവേഴ്സറി വരാൻ. അതായത് സ്വാഭാവികതയിലുള്ള വായനയെ തടസ്സപ്പെടുത്തും. അത് ആ സ്വാഭാവികതയിലുള്ള വായനയെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ആ കൃതിയുടെ ഒരു മൂല്യം, അങ്ങനെ ഒട്ടനവധി കൃതികൾ നമുക്കറിയാമല്ലോ.
ഒരുപാട് വിറ്റഴിക്കപ്പെട്ടു പോയ കൃതികളും ഒക്കെയുണ്ട്. ഇതുപോലെ തന്നെയാണ് എഴുത്തുകാരൻ്റെ ഒരു പോപ്പുലാരിറ്റി. ഒരാൾ ഭയങ്കര പോപ്പുലറായി, ഒരു കൃതി എഴുതി ഭയങ്കര പോപ്പുലറായി കഴിഞ്ഞാലുണ്ടല്ലോ, അയാളുടെ പിന്നീട് വരുന്നൊരു പുസ്തകം അതിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റും ഒന്നും നോക്കാതെ ആൾക്കാർ ഇത് ഒരുപാട് വാങ്ങിക്കും ഇത് ഈ പോപ്പുലാരിറ്റിയുടെ ബേസിൽ. പക്ഷേ ഇത് വായന നടക്കണമെന്നില്ല അത്. അപ്പോൾ അത് നമുക്ക് ചില എഴുത്തുകാരുടെ ഗ്രാഫ് ശ്രദ്ധിച്ചറിയാം. അവരുടെ പോപ്പുലാരിറ്റിയുടെ ഗ്രാഫല്ല, അവരെഴുതുന്ന നോവലുകളുടെ ഗ്രാഫ്. ആദ്യകാലത്ത് എഴുതിയ നോവലും അതിൻ്റെ തൊട്ടടുത്ത നോവലും അതിന് ശേഷം വന്ന നോവലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നോവലിൻ്റെയും അതിൻ്റെ കണ്ടൻറ്റിലുള്ളതും അതിൻ്റെ സാഹിത്യപരമായ മൂല്യത്തിൻ്റെയും ഒരു ഗ്രാഫ് നമുക്ക് പരിശോധിക്കുമ്പോൾ അവരറിയാതെ അവരുടെ എഴുത്തിൻ്റെ ആ ഒരു ശോഷണം നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. വിയോജിപ്പുകൾ ധാരാളം ഉണ്ടാകാം, പക്ഷേ എനിക്കെന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തെ തൊടുന്നതും എനിക്ക് ശരിയെന്ന് തോന്നുന്നതും എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനതങ്ങനെ പറഞ്ഞു പോകുന്നു. ഇപ്പം അതാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ച് കേരളം പോലെ വളരെ ആഴമുള്ള വായനയുടെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും പാരമ്പര്യമുള്ള ഒരു ദേശത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ഫ്രാൻസിസ് നൊറോണ ഈ സംവാദം അവസാനിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എഴുത്തിനെ എഴുത്തായി കാണുകയും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തെ ഏറ്റവും പ്രധാനമായി കരുതുകയും ചെയ്തുകൊണ്ടല്ലാതെ നിർഭയമായി ഒരു എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് എഴുത്തു തുടരാനാവില്ല. അതുമാത്രമേ ഭാഷയെയും സമൂഹത്തെയും നമ്മുടെ ഭാവുകത്വത്തെയും മുന്നോട്ട് നയിക്കുകയുള്ളൂ. അല്ലാതെ കരുതിക്കൂട്ടി ഉണ്ടാകുന്നതോ അല്ലാത്തതോ ആയ കോൺട്രവേഴ്സികൾ, വിവാദങ്ങൾ തുടങ്ങിയവ എങ്ങനെയാണ് സർഗാത്മക വ്യാപാരത്തെ, സർഗാത്മക പ്രവർത്തനത്തെ ബാധിക്കുക എന്ന് പറഞ്ഞിടത്താണ് ഇന്ന് ഈ സംവാദം അവസാനിക്കുന്നത്. ഈ സംഭാഷണങ്ങൾക്കിടയിൽ ഒരിടത്ത് പ്രകടിപ്പിച്ച പ്രത്യാശ പോലെ ഇനിയും ധാരാളം കഥകളുമായി, ഇനിയും മലയാളം കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി ദേശങ്ങളുടെയും സംസ്കൃതികളുടെയും ഇതിവൃത്തങ്ങളുമായി നൊറോണ നമുക്കൊപ്പം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നന്ദി.